ഹലോ, ഏവർക്കും നമസ്കാരം. തേവരയിൽ നിന്ന് നമുക്ക് എങ്ങനെ ചേർത്തലയ്ക്ക് പോകാം എന്നുള്ള ഒരു വഴിയാണ് കാണിച്ചു തരുന്നത്. തേവര കോളേജിന്റെ ഫ്രണ്ടിൽ നിന്ന് ആരംഭിച്ചു ഏകദേശം 1 കിലോമീറ്റർ വരുമ്പോൾ നമുക്കൊരു ജംഗ്ഷൻ വരുന്നുണ്ട്. നേരെ പോയാൽ തേവര ഫെറി, റൈറ്റിലേക്ക് ആണ് നമുക്ക് പോകേണ്ടത്. ഇടത്തോട്ട് പോയാൽ കുണ്ടന്നൂര് ജംഗ്ഷനിലേക്കൊക്കെ പോകുന്നതാണ്. 2 പാലങ്ങളുടെ നടുവിലാണ് ഈ ജംഗ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതാ റൈറ്റിലേക്ക് പോവുകയാണ്. നല്ല മനോഹരമായ മരങ്ങൾ ഒക്കെയുമുണ്ട്. വീണ്ടും നമ്മൾ പാലം കയറാൻ പോവുകയാണ്. നമ്മുടെ മുമ്പിൽ കൂടെ വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. പാലം ഇറങ്ങിക്കഴിഞ്ഞു. വീണ്ടും നമുക്ക് ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്, അതിലൂടെ പോകരുത്. ലെഫ്റ്റിലൂടെ പോകുന്നത് നമ്മൾ വീണ്ടും NH-ലേക്കൊക്കെ പോകാനായിട്ട് ഉള്ള വഴിയാണ്. നമ്മൾ നേരെ തന്നെ പോകുന്നു. അപ്പോഴും വീണ്ടും ഒരു സിഗ്നൽ ലൈറ്റിലേക്ക് ചെന്നാണ് ചെല്ലുന്നത്. അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകണം. റൈറ്റിലേക്ക് പോയാൽ വീണ്ടും നേവൽ ബേസിലേക്കൊക്കെയാണ് പോകുന്നത്. തേവരയിലേക്കൊക്കെ പോകാനായിട്ട് പഴയ വഴിയാണത്. നമ്മൾ ലെഫ്റ്റിലേക്ക് പോന്നു. ലെഫ്റ്റിൽ പോന്നു കഴിയുമ്പോൾ BOT പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ ഇത് കയറുന്നത്. BOT പാലം കയറി ഇറങ്ങി വീണ്ടും ജംഗ്ഷനിലേക്ക് വരികയാണ്. തോപ്പുംപടി ജംഗ്ഷനാണിത്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ തോപ്പുംപടി ഭാഗത്തിലേക്കൊക്കെ പോകാം. നമുക്ക് എളുപ്പമായിട്ട് പോകാനായിട്ട് പറ്റുന്നത് ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ റൈറ്റിലൂടെ പോയാലും ആദ്യത്തെ ലെഫ്റ്റ് വഴി പോകാം, അല്ലെങ്കിൽ വീണ്ടും നേരേക്കൊക്കെ പോയി തന്നെ തീരദേശ റോഡ് കൂടി നമുക്ക് പോകാവുന്നതാണ്. പക്ഷെ നമ്മളിവിടെ ലെഫ്റ്റ് എടുത്തു അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ആദ്യത്തെ ഒരു റൈറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടുന്ന് തുടർന്ന് നേരെ പോയിട്ട് അടുത്ത റൈറ്റ് എടുത്താൽ നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ റൈറ്റ് എടുത്തു. വീണ്ടും അത് ചെല്ലുന്നത് ഒരു ടേണിങ്ങിലേക്കാണ്. ലെഫ്റ്റാണ് നമുക്ക് ഇവിടെ വേണ്ടത്. റൈറ്റ് എടുത്താൽ നമ്മൾ വീണ്ടും തോപ്പുംപടി ജംഗ്ഷനിലേക്കൊക്കെയാണ് ചെല്ലുന്നത്. അപ്പോൾ നേരത്തെ റൈറ്റ് എടുത്തിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ തന്നെയാണ് വരുമായിരുന്നത്. അപ്പോൾ ഇത്തിരി കൂടി തിരക്ക് കുറവുണ്ട് എന്ന് കരുതിയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. വീണ്ടും ജംഗ്ഷനുകൾ വരികയാണ്. ഒരു മുസ്ലിം പള്ളിയുടെ ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് വീണ്ടും റൈറ്റ് പോകണം. നമുക്ക് ഇവിടെ ലെഫ്റ്റ് പോയാൽ പള്ളുരുത്തിയിലേക്കൊക്കെ പോകാനായിട്ടുള്ളതാണ്. ഇതും പള്ളുരുത്തി ഏരിയയാണ്. ഇവിടെ റൈറ്റ് പോവുക. റൈറ്റ് പോയി നമ്മൾ മുന്നോട്ട് പോകുന്നു. ചെറിയൊരു വഴിയാണ്. മനോഹരമായൊരു സീനറി ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ വള്ളങ്ങൾ ഇഷ്ടംപോലെ മീൻ പിടിക്കുന്ന ഏരിയയാണ്. അതുപോലെ തന്നെ കയാക്കിംഗ് ഒക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. കായൽ പ്രദേശമാണ്. നല്ല ബ്യൂട്ടിഫുള്ളായ ഒരു പ്രദേശമാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ലെഫ്റ്റിൽ കായലിൻ്റെ മുകളിൽ ഒരു ഫുട്ബോൾ ടർഫ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് സാധിക്കും. അവിടെ ആൾക്കാർക്ക് വരുന്നവർക്ക് അവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. അവിടെ വരുന്നവർക്ക് വേണ്ടി ആയിരിക്കാം. പക്ഷെ അധികം പേരൊന്നും കളിക്കുന്നതൊന്നും കണ്ടിട്ടില്ല. അവിടെ മനോഹരമായൊരു ഫുട്ബോൾ ടർഫ് ഉണ്ട്. ഏതായാലും നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ റൈറ്റിലൊരു പള്ളിയൊക്കെ ഉണ്ട്. കാട്ടിപ്പറമ്പ് വഴിയാണ് നമ്മൾ പോകുന്നത്. കാട്ടിപ്പറമ്പ് പള്ളിയുണ്ട്. ചെറിയൊരു ഇടുങ്ങിയ വഴിയെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു ലെഫ്റ്റിലേക്ക് ഇവിടെ ഒരു സിഗ്നലിലേക്കാണ് വന്ന് കയറുന്നത്, മെയിൻ റോഡിലേക്ക്. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ തീരദേശ റോഡിൽ കയറി കഴിഞ്ഞു. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് ആയിരുന്നു കേട്ടോ വരേണ്ടത്. വീണ്ടും നമ്മൾ കണ്ണമാലി പള്ളിയുടെ ഫ്രണ്ടിലെത്തി. കണ്ണമാലി പള്ളി എന്ന് പറഞ്ഞാൽ പ്രശസ്തമായ ഒരു പുരാതനമായൊരു പള്ളിയാണ്. ഔസപിതാവിൻ്റെ ഊട്ടുനേർച്ചയുള്ള വളരെ വിശ്വാസികൾ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി പോകുന്ന ഒരു പള്ളിയാണ്. മാർച്ച് 19-നാണ് അവിടുത്തെ ഏറ്റവും വലിയ ഫീസ്റ്റ് തിരുനാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ തന്നെ പോരുകയാണ്. കണ്ണമാലി പള്ളിയുടെ മുറ്റത്തുകൂടെയാണ് എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നത്. മുന്നിലൂടെ പോകുന്ന ഓട്ടോറിക്ഷയിൽ വള്ളത്തിലൊക്കെയും ജോലി ചെയ്യുന്നവരാണ് ഈ പോകുന്നത്. വള്ളത്തിൽ അവരെ കൊണ്ടുപോയി ജോലിക്ക് പോയി കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. അതങ്ങനെ ഓട്ടോറിക്ഷ കാണാം. മറ്റ് എയ്സ് മോഡലുള്ള ഗുഡ്സ് വണ്ടികൾ കാണാം. ബസ്സിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ആളുകൾ കാണാം.
ഇതും രണ്ട് സൈഡിലും ചെമ്മീൻ കെട്ടുകളുടെ ഒരു ഏരിയ ആണ്. ഇനി നമുക്ക് ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ജംഗ്ഷനാണിത്. കുമ്പളങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. കുമ്പളങ്ങിയിലേക്ക് ലെഫ്റ്റിലേക്ക് പോയ കുമ്പളങ്ങിയാണ്, റൈറ്റിലാണ് നമ്മുടെ തീരദേശ റോഡ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ റൈറ്റിലേക്കാണ് പോകേണ്ടത്. ടാങ്ക്, വാട്ടർ ടാങ്ക് ഒരു അടയാളമാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മനോഹരമായ ചെല്ലാനം പ്രദേശത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ടെട്രോപാഡ് വഴിയായിട്ട് കടൽ ഭിത്തി സംരക്ഷണം ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണത്. കിലോമീറ്ററുകളോളം, ഏകദേശം 5ൽ കൂടുതൽ കിലോമീറ്റർ ഇങ്ങനെ നല്ല നടപ്പാതയായിട്ടുള്ള ഒരു ഏരിയ ആണത്. ചെല്ലാനം ഏരിയ ആണത്. ഇവിടെ നമുക്കൊരു ടേണിംഗ് ഉണ്ട്. NHലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു ടേണിംഗ് ആയിരുന്നു അത്. അവിടെ ലെഫ്റ്റ് പോയാൽ നമുക്ക് NHലേക്ക് എത്തിച്ചേരാവുന്നതാണ്. നമ്മൾ നേരെ തന്നെ നമ്മുടെ തീരദേശ റോഡിലൂടെ തന്നെ പോവുകയാണ്. ഇതൊക്കെയും ചെറിയ ഒരു തിരക്കേറിയ ഒരു പ്രദേശമാണ്. ഇവിടെ എപ്പോഴും മീനൊക്കെയും കിട്ടും, മീൻ തട്ടുകളുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പം നമ്മളിങ്ങനെ മുന്നോട്ട് പോരുകയാണ്. ചെല്ലാനം ഏരിയയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചെല്ലാനം ഹാർബർ ഒക്കെയും നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോൾ കാണാവുന്നതാണ്. റോഡ് പണിക്കായിട്ടുള്ള റോളറൊക്കെ ഇട്ടിട്ടുണ്ട്. റോഡ് പണി നടക്കാൻ പോകുന്നു എന്ന് വേണം വിചാരിക്കാൻ. ഒരു പണിതുകൊണ്ടിരിക്കുന്ന ഒരു പള്ളി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ആലപ്പുഴ ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും ബോർഡറാണ്. ഇവിടെ വരെയാണ് എറണാകുളം ജില്ല. അപ്പോൾ നമുക്കിവിടെ നമുക്ക് ബോർഡൊക്കെ കാണാനായിട്ട് സാധിക്കും. ആലപ്പുഴ ജില്ലയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ വഴി തീരെ ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല ബസ് സർവീസുള്ള റൂട്ടാണിത്. KSRTC ആയാലും പ്രൈവറ്റ് ബസ്സുകളായാലും ഇഷ്ടംപോലെയുള്ള റൂട്ടാണ്. നമ്മൾ ഈ വഴി ഏറ്റവും ആദ്യം ചെന്നെത്തുന്നത് അർത്തുങ്കൽ പള്ളിയിലേക്കാണ്. അർത്തുങ്കൽ പള്ളി പുരാതനമായ പ്രശസ്തമായ ഒരു സെന്റ് സെബാസ്റ്റ്യൻ തീർത്ഥാടന കേന്ദ്രമാണ്. അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാള് എന്നുള്ള പാട്ടുകളൊക്കെ അറിയാവുന്നതാണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇനി ചെന്നെത്തുന്നത് അന്ധകാര നഴി എന്ന സ്ഥലത്തിലേക്കാണ്. അന്ധകാര നഴിയും ഒരു ചെറിയൊരു ബീച്ചാണ്. വെള്ളി, ശനി, ഞായറൊക്കെയും ധാരാളം ആളുകൾ വരുന്ന ഒരു പ്രദേശം കൂടിയാണ്, ഒരു ബീച്ചാണത്. ഇട ദിവസങ്ങളിൽ ആളുകൾ കുറവാണെങ്കിലും വീക്കെൻഡിൽ കൂടുതൽ ആളുകളുണ്ട്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ട്ടോ. ഇപ്പോൾ എത്തിച്ചേരാൻ പോകുന്നതാണ് അന്ധകാര നഴി എന്ന സ്ഥലം. 2 പാലങ്ങളുണ്ട്, പുതിയതായിട്ട് പണിതിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ റൈറ്റ് എടുക്കണം. നേരെ പോയാൽ പഴയ പാലത്തിലേക്ക് ആണ് എത്തിച്ചേരുക. അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, നമുക്ക് കയറാൻ പറ്റുകയില്ല. ബൈക്കിന് മാത്രമാണ് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് പഴയ പാലം, അതുപോലെ തന്നെ അത് പുതിയ പാലം പണിതിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ റൈറ്റ് എടുക്കുന്നു. റൈറ്റ് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ലൈറ്റ് ഹൗസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. ലൈറ്റ് ഹൗസ് കാണാം. അന്ധകാര നഴിയിലുള്ള ലൈറ്റ് ഹൗസാണ്. റൈറ്റില് കടൽ കയറി കിടക്കുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെ നേരേക്ക് പോയാൽ നമുക്ക് NHലേക്ക് എത്തിച്ചേരാവുന്നതാണ്. NH66ലേക്ക് എത്തിച്ചേരാം. നമ്മളിവിടെ റൈറ്റിലേക്കാണ് പോകുന്നത്. നേരെ പോയാലാണ് NHലേക്ക് പോകുന്നത്. ഇവിടെ നമ്മൾ റൈറ്റ് എടുക്കുന്നു. ഇതും ഈ വള്ളത്തിൽ ജോലിക്ക് പോകുന്ന ജോലിക്കാരെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ബസ്സാണ് ഈ മുന്നിൽ പോകുന്നത്. നമുക്കിവിടെ വീണ്ടും പാലത്തിൽ കയറി തീരദേശ റോഡിലൂടെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. ഇതാണ് നേരെ കാണുന്ന ഒരു ഏരിയ ആണ് അന്ധകാര നഴി ബീച്ച്. അവിടെ പാർക്കിംഗ് ഫീസൊക്കെ ഉണ്ട്. ഉള്ളിലേക്ക് കയറിയാൽ പാർക്കിംഗ് ഫീസ് കൊടുക്കണം. ഇവിടുന്ന് മുന്നോട്ട് ഒരു 5 കിലോമീറ്റർ കഴിയുമ്പോഴാണ് നമുക്ക്
അർത്തുങ്കൽ പള്ളിയിൽ എത്താനായിട്ട് സാധിക്കുക. അങ്ങനെ ഈ വഴി മുന്നോട്ട് പോയാൽ മതി. താങ്ക് യു.